പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ കഅബ ഷരീഫിന്റെ ചരിത്രം പറയുന്ന ഭാഗം 2ന്റെ അവസാനത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി 6ാമത്തെ വർഷം ദുൽഖഅദ് മാസത്തിൽ ഉംറ നിർവഹിക്കാനായി മക്കയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അങ്ങനെ ദുൽഹുലൈഫയിലെത്തിയ സമയത്ത് ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും തടയുകയാണ്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു സന്ദർഭത്തിലാണ് ഹുദൈബിയ സന്ധി ഉണ്ടാകുന്നത്. നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും ഹുദൈബിയ സന്ധി എന്താണെന്ന് കേട്ടിട്ടുണ്ടാവാം, പലർക്കും അത് അറിയുകയും ചെയ്യാം. എങ്കിലും ഹുദൈബിയ സന്ധി എന്താണെന്ന് അറിയാത്തവർക്കായാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വഹാബത്തിന് അവർക്ക് ജന്മനാടായ മക്കയിലേക്ക് മടങ്ങുന്നത്, അതുപോലെ തന്നെ അവിടെ വന്ന് ഉംറ നിർവഹിക്കുന്നത്, മറ്റു കർമ്മങ്ങൾ ചെയ്യുന്നത് വലിയ ആവേശമായിരുന്നു, സന്തോഷമായിരുന്നു, അവരുടെ സ്വപ്നമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മദീനയിൽ വെച്ചുകൊണ്ട് സ്വപ്നം കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മക്കയിലേക്ക് പോയി കഅബ ഷരീഫിലേക്ക് കടക്കുന്നതും അതുപോലെ ഹറമിൽ അവിടെ തവാഫ് ചെയ്യുന്നതും ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വപ്നം കാണുകയുണ്ടായി. ഈ സ്വപ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പങ്കുവെക്കുകയും സ്വഹാബത്തിന് വലിയ ആവേശവും പ്രതീക്ഷയുമായിരുന്നു മക്കയിലേക്ക് പ്രവേശിക്കും എന്നുള്ളത്. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ വഹീന്റെ ഭാഗമാണല്ലോ. അങ്ങനെ അവർ ഉംറയ്ക്ക് വേണ്ടി തയ്യാർ ചെയ്തു. എല്ലാവരും ഇഹ്റാമിൻ്റെ വേഷത്തിൽ തന്നെ ഏകദേശം 1400 പരം വരുന്ന സ്വഹാബികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറ 6ാം വർഷം ദുൽഖഅദ് മാസത്തിൽ പുറപ്പെടുകയാണ്. അങ്ങനെ മദീനയുടെ മീഖാത്തായ ദുൽഹുലൈഫയിലെത്തിയപ്പോൾ ഉംറയ്ക്ക് വരുന്നവരാണ് എന്നറിയിക്കാൻ വേണ്ടി ബലിമൃഗങ്ങളുടെ മേലിൽ അവർ അടയാളങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ശത്രുക്കൾ കരുതിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും യുദ്ധത്തിന് വേണ്ടി വരുന്നു എന്നാണ്. അവർ ശത്രുക്കൾ യുദ്ധത്തിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാർ ചെയ്തു. അങ്ങനെ അസ്ഫാനിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തനിക്കെതിരെ ശത്രുക്കൾ തിരിഞ്ഞിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ വഴിതിരിച്ച് യാത്ര ചെയ്ത് മറ്റൊരു വഴിയിലൂടെ ഹുദൈബിയയിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഹുദൈബിയയിൽ എത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അവിടെ തമ്പടിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സ്വഹാബത്തിന് വെള്ളത്തിന് വേണ്ടി ദാഹിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതിപ്പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ താവനാഴിയിൽ നിന്ന് ഒരു അമ്പെടുക്കുകയും അവിടെ ഉള്ള ഒരു കുളത്തിൽ വെക്കുകയും അതിൽ നിന്ന് ധാരാളം വെള്ളം ഉറവ പൊട്ടി വരികയും ചെയ്തു. അങ്ങനെ സ്വഹാബത്ത് ധാരാളമായി ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും മറ്റു ഉപയോഗങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലക്ഷ്യമാക്കി വന്ന ശത്രുക്കൾ തങ്ങൾ മറ്റൊരു വഴിയിലൂടെ നബിയും സ്വഹാബത്തും ഹുദൈബിയയിലെത്തി എന്നറിഞ്ഞപ്പോൾ അവർ തിരിച്ച് മക്കയിലേക്ക് പുറപ്പെടുകയും മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും പ്രതിരോധിക്കാൻ തയ്യാറായി നിന്നു. യുദ്ധത്തിൽ പരാജയപ്പെടുമെന്ന് ഭയപ്പെട്ട ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി സമവായത്തിന് തയ്യാറാവുകയാണ്. ഖുസാഅ ഗോത്രക്കാരനായ ബദീൽ ബിൻ വർഖാഇന്റെ നേതൃത്വത്തിൽ ഒരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിന് വേണ്ടിയോ മറ്റു അക്രമങ്ങൾ നടത്താൻ വേണ്ടിയോ വന്നവരല്ല, ഞങ്ങൾ ഹറമിലേക്ക് തവാഫ് ചെയ്യാൻ ഉംറ ചെയ്യാൻ വേണ്ടി വന്നവരാണ് എന്ന് തങ്ങൾ അറിയിച്ചു. അതിനുശേഷം വീണ്ടും അവർ പല ആളുകളെയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് മിക്രീസ് ബിൻ ഹഫ്സ് എന്നവർ. അദ്ദേഹം ഈ രൂപത്തിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി കേട്ടപ്പോൾ തിരിച്ചുപോയി. എന്നാൽ വീണ്ടും മൂന്നാമതായി വരുന്നത് ഹരീസ് ബിൻ അൽഖമ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദ്ദേഹം ഈ ഹരീസ് എന്ന് പറയുന്ന വ്യക്തി ബലിമൃഗങ്ങളെ ബഹുമാനിക്കുന്ന ആളാണ്, അതുകൊണ്ട് ബലിമൃഗങ്ങളെ മുമ്പിലേക്ക് വെക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബലിമൃഗത്തെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം മനസ്സിലാക്കി, ഇവർ യുദ്ധത്തിന് വന്നതല്ല, കഅബ ഷരീഫിനെ ആക്രമിക്കാൻ വന്നതല്ല, ഒരിക്കലും ബലിമൃഗത്തെ ഈ രൂപത്തിൽ ബലിമൃഗവുമായി വന്ന ഒരു സംഘം കഅബാലയത്തിനെ ആക്രമിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി സംസാരിച്ച് ഖുറൈശികളോട് ഈ വിവരം പറഞ്ഞു. ബലിമൃഗവുമായി വന്ന ഒരു സംഘം ഒരിക്കലും കഅബാലയത്തിനെ ആക്രമിക്കുകയില്ല എന്ന് ഖുറൈശികളോട് ഹരീസ് പറഞ്ഞ സമയത്ത് ഹരീസിനോട് ഖുറൈശികൾ ദേഷ്യപ്പെട്ടു. അങ്ങനെയാണ് വീണ്ടും അവർ മറ്റൊരു വ്യക്തിയെ പറഞ്ഞയക്കുന്നത്. അദ്ദേഹം സഖീഫ് ഗോത്രക്കാരനായ ഉർവത്ത് ഇബ്നു മസ്ഊദ് ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് അദ്ദേഹം വന്നു സംസാരിച്ചപ്പോൾ ഈ രൂപത്തിലുള്ള മറുപടി തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. എന്നാൽ അദ്ദേഹത്തിന് വലിയ അത്ഭുതം തോന്നിയ കാര്യം, അദ്ദേഹം ശത്രുക്കളുടെ അടുക്കിലേക്ക് തിരിച്ചു പോയിക്കൊണ്ട് പറയുന്നുണ്ട്, ഞാൻ കിസ്റ, കൈസർ, അതുപോലെ നജാഷി, അവരുടെയൊക്കെ ഈ രാജാക്കന്മാരുടെ ഒക്കെ അടുക്കൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് നബി അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ അനുയായികൾ കാണിക്കുന്ന ഒരു ബഹുമാനം, ഒരു ആദരവ് ഒരു രാജാക്കന്മാരോടും അവരുടെ അനുയായികൾ കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം അദ്ദേഹം വുദൂ ചെയ്യുന്ന സമയത്ത് ആ വെള്ളം താഴെ വീഴാൻ അനുവദിക്കാതെ അവർ പരസ്പരം കോരിയെടുത്തുകൊണ്ട് ആ വെള്ളത്തെ
ബറക്കത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഈ വിഷയങ്ങളൊക്കെ മുശ്രിക്കീങ്ങളോട് പറഞ്ഞപ്പോൾ അവർക്ക് തൃപ്തിയായില്ല. അങ്ങനെ അവർ സന്ധിക്ക് അവസരമൊരുക്കാതെ അവർ മറ്റൊരു മാർഗം സ്വീകരിക്കുകയാണ്. 70ഓളം ആളുകൾ രാത്രിയുടെ മറവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രഹസ്യ വിവരം അന്വേഷിക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടി അവർ പുറപ്പെടുകയാണ്. മുസ്ലിം സൈന്യങ്ങളിലേക്ക് നുഴഞ്ഞു കയറാനായിരുന്നു അവരുടെ ശ്രമം. പക്ഷേ പാതി വഴിയിൽ നിന്ന് തന്നെ അവരെ പിടിക്കപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അവരെ ഹാജരാക്കുകയും ചെയ്തു. ഒരു സന്ധിയുടെ സാധ്യതകൾ മുന്നേ കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വെറുതെ വിടുകയായിരുന്നു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും വന്ന കാര്യം എന്താണെന്ന് ശത്രുക്കളെ, ഖുറൈശികളെ നേരിട്ട് അറിയിക്കാമെന്ന് തങ്ങൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികളുടെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയക്കുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അബൂ സുഫിയാൻ അടക്കമുള്ള എല്ലാ നേതാക്കളെയും കണ്ട് മുസ്ലിമീങ്ങളുടെ വിഷയം കൈമാറി അറിയിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് മുശ്രിക്കീങ്ങളുടെ മറുപടി ഇങ്ങനെയായിരുന്നു: താങ്കൾക്ക് വേണമെങ്കിൽ തവാഫ് ചെയ്ത് മടങ്ങാവുന്നതാണ്. മറ്റുള്ളവരെ, നബി അടക്കം, മുഹമ്മദ് നബി അടക്കമുള്ള മറ്റുള്ളവരെ അതിന് അനുവദിക്കുകയില്ല എന്നവർ പറഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തവാഫ് ചെയ്യാതെ ഞാനൊരിക്കലും ഇവിടെ തവാഫ് ചെയ്യുകയില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. ഈ സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികൾ തടഞ്ഞു വെച്ചു. ഇതോടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്ന് സ്വഹാബികൾക്കിടയിൽ വാർത്ത പ്രചരിച്ചു. സ്വഹാബികൾ രോഷാകുലരായി. കാരണം ഒരിക്കലും തന്നെ രാജാക്കന്മാരും അതുപോലെ ഭരണാധികാരികളൊക്കെ അയക്കുന്ന ദൂതന്മാരെ കൊല ചെയ്യപ്പെടാൻ, വധിക്കപ്പെടാൻ പാടില്ല. കാരണം അതൊക്കെ ലോക മനസാക്ഷികൾക്കെതിരാണ്. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ സ്വഹാബത്തിന് അത് സഹിക്കാൻ പറ്റിയില്ല, കഴിഞ്ഞില്ല. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മരണം വരെ ഉറച്ചു നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാമെന്ന്, പോരാടാമെന്ന് അവർ പ്രതിജ്ഞ ചെയ്യുന്നത്, ബൈഅത്ത് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇലന്തമരത്തിന്റെ ചുവട്ടിൽ വെച്ചായിരുന്നു ഈ ബൈഅത്ത്, ഉടമ്പടി നടന്നത്. അതുകൊണ്ട് തന്നെ ബൈഅത്തു ഷജറ എന്നും ഇതിന് പേരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എല്ലാ സഹാബത്തും ബൈഅത്ത് ചെയ്തപ്പോൾ, തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തപ്പോൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റേ കൈ കൊണ്ട് ബൈഅത്ത് ചെയ്യുകയാണ്. തങ്ങൾ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ബൈഅത്ത് ചെയ്യുകയാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടില്ല എന്നുള്ള വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ചു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ബൈഅത്ത് ചെയ്തപ്പോൾ ഇത് മുശ്രിക്കീങ്ങൾ അറിയുകയാണ്. അങ്ങനെ അവർ ഭയം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി സന്ധിക്ക് തയ്യാറാവുകയാണ്. അങ്ങനെയാണ് ഹുദൈബിയ സന്ധി നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചെയ്ത ഈ ബൈഅത്ത്, അതിനെ സംബന്ധിച്ച് ഖുർആൻ തന്നെ സൂറത്തുൽ ഫത്ഹിലെ 18-ാമത്തെ ആയത്തിലൂടെ നമ്മോട് പറയുന്നുണ്ട്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല അസ്സകീനത അലൈഹിം വഅസാബഹും ഫത്ഹൻ ഖരീബ. തീർച്ചയായും നബിയെ, തങ്ങളോട് ആ മരച്ചുവട്ടിൽ വെച്ചുകൊണ്ട് അവർ പ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ആ മുഅ്മിനീങ്ങൾ അള്ളാഹു ഇഷ്ടം വെച്ചിട്ടുണ്ട്, തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അവരുടെ മനസ്സിലുള്ളതിനെ അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മേലിൽ അള്ളാഹു മനസ്സമാധാനം ഇറക്കി കൊടുക്കുകയും അടുത്ത് തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു വിജയം അള്ളാഹു അവർക്ക് പ്രതിഫലമായി നൽകുകയും ചെയ്യുന്നുണ്ട് എന്ന് അള്ളാഹു പറയുകയാണ്. ഈ രൂപത്തിൽ ഈ ഉടമ്പടി, ഈ പ്രതിജ്ഞയെ, ബൈഅത്തിന് അള്ളാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ, തൃപ്തിപ്പെട്ടത് കൊണ്ട് തന്നെ ബൈഅത്തുർ റിദ്വാൻ എന്ന് ഇതിന് പേര് വരികയാണ്. ഇതാണ് ബൈഅത്തുർ റിദ്വാൻ. ഹുദൈബിയ സന്ധിയിലെ വ്യവസ്ഥകളെക്കുറിച്ചും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പിന്നീട് അടുത്ത വർഷം വന്ന് ഉംറ ചെയ്യുന്നതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.